Alright boys, good evening. Welcome to another vlog. എന്ത് രസാ മക്കളെ വണ്ടി ഓടിക്കാൻ. അമ്മോ. There we go. അപ്പോൾ guys, welcome back to another ride. ഇന്ന് നമ്മൾ നേരെ പിടിക്കുന്നത് കുതിരയിലോട്ടാണ്. We are already late. ചെറുതായിട്ട് നമ്മുടെ പ്ലാനിങ് എല്ലാം ഒന്ന് ടൈമിംഗ് ജസ്റ്റ് ഒന്ന് തെറ്റി. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളൊരു വൈബ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കും. എൻ്റെ ഫോണ് വാലറ്റ് എല്ലാം ഉണ്ടല്ലോ. ലെറ്റ്സ് ഗോ. ക്യാമറ ആംഗിൾ തുടങ്ങിയ സംഗതികളെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദീപു അവൻ്റെ മൾട്ടിസ്റ്റാഡെ കൊണ്ട് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടാവണം. നമ്മൾ നേരെ ഡയറക്റ്റ് അങ്ങോട്ട് വിടുക. 36 minutes to കുദ്ര. നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ദീപു ഓൾറെഡി അവിടെ എത്തി ചില്ലിങ് തുടങ്ങിയിട്ടുണ്ടാവും, ചായ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളെന്തായാലും പറ്റുന്ന പോലെ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കാം. വോയിസ് ഡൗൺ, റൈഡ് ഓൺ. എനിക്ക് തോന്നുന്നു നമ്മൾ നേരെ D54 പിടിച്ച് പോവായിരിക്കും മിക്കവാറും. E311 പിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ 611 പിടിച്ചിട്ട് കുദ്ര റോട്ടിക്ക് കയറുമോ, എനിക്ക് തോന്നുന്നു അതാ. അങ്ങനെ നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു വേറൊരു റൈഡിന്. വ്ളോഗ് ഓൾറെഡി പെൻഡിങ് കിടക്കുവാണ്. ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നോക്കിയിട്ടില്ല. 2 വ്ളോഗ് പെൻഡിങ് കിടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 3ാമത് ഒരെണ്ണം കൂടെ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ കഴിഞ്ഞ വ്ളോഗിൽ നമ്മളത് ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ ഫുട്ടേജസ്, അതായത് ഈ ക്യാമറ വെച്ചിട്ട് ഫസ്റ്റ് വ്ളോഗ് ചെയ്തില്ലേ കഴിഞ്ഞ ഇതിന് തൊട്ട് മുന്നിലുള്ള, അതിൻ്റെ ഫുട്ടേജസ് ചെക്ക് ചെയ്തപ്പോൾ ക്ലിയർ കുറവാണ് ഫുട്ടേജസ്. അത് എന്താണ് റീസൺ എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നൈറ്റ് ആയതുകൊണ്ട്, പക്ഷെ നൈറ്റ് ആയാലും നല്ല ക്ലാരിറ്റി കിട്ടേണ്ടതാണ്. എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ക്യാമറ ഫൈനൊന്നും അടിക്കാണ്ട് അങ്ങ് എത്തിയാൽ മതി. ഓക്കെ, ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച റൂട്ട് തന്നെയാണ് പിടിക്കുന്നത്. അപ്പോൾ നേരെ ചെന്നിട്ട് D54 കയറും. D54 കയറി കഴിഞ്ഞ് നേരെ കുദ്ര റോഡിന് ജോയിൻ ചെയ്യും. അതാണ് നമ്മുടെ ഇന്നത്തെ റൂട്ട്. ഞാൻ ചെറുതായിട്ട് നമ്മുടെ വ്ളോഗിൻ്റെ ക്യാമറയുടെ സെറ്റിങ്സ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുട്ടേജസ് കഴിഞ്ഞ വ്ളോഗും ഈ വ്ളോഗും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടറിയണം. ക്യാമറ ഉണ്ടാവല്ലേ പ്ലീസ് നോ ക്യാമറ പ്ലീസ്. ഓൾറൈറ്റ് ബോയ്സ്, ഗുഡ് ഈവനിങ്, വെൽക്കം ടു അനദർ വ്ളോഗ്. നമ്മൾ നോർമലി വണ്ടിയൊക്കെ എടുത്ത് ഒന്ന് വാമായി ഓപ്പൺ റോഡിൽ എത്തുമ്പോഴാണ് ഈ ഒരു ടോണിൽ വരുന്ന വ്ളോഗിന്റെ വെൽക്കം മെസ്സേജ് വരുന്നത്. ദാറ്റ്സ് ദ സൗണ്ട് ഓഫ് ദ ഫ്രീഡം. നമ്മൾ വെച്ച് പിടിച്ചില്ലെങ്കിൽ മിക്കവാറും ദീപാടത്തിൽ കലിക്കും. എവിടെ പോയി കിടക്കുവാടാ? എൻ്റെ മറ്റേ ഫോണിൽ വിളിക്കുന്നുണ്ടോന്നാവോ. നമ്മുടെ വൈസർ ക്ലീൻ ചെയ്യാറ്, വൈസറല്ല വിൻഷീൽഡ് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ കാഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെനിക്കൊന്ന് പുതിയ കാഷ്ടം തോന്നുന്നു. ഇന്നലെ അല്ലായിരുന്നല്ലോ. വണ്ടി കഴുകിയില്ല. കഴുകണം. നൈസായിട്ട് റൗണ്ട് പൊട്ടിക്കാൻ കയറി. പട്രോൾ നിസാൻ പട്രോൾ. എന്താ പറയുക, അറബികളുടെ ബ്രാൻഡിങ്ങുള്ള വണ്ടിയാണത്. ഓ എന്ത് രസാ മക്കളെ വണ്ടി ഓടിക്കാൻ. ദിസ് ഈസ് ഫ്രീഡം. ഈ നമ്മുടെ ഇംഗ്ലീഷിലൊരു പടം ഉണ്ട്, ദ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞു. അഡ്മിറൽ ജനറൽ അലാദ്ദീൻ്റെ പടം. ആരെയും കണ്ടുണ്ടോ? ക്യാമറ ഹലോ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ക്യാമറയുടെ ഹലോ പറഞ്ഞിട്ട് പോകും. സോ ഇത് കണ്ടോ, നേരെ D54 നമ്മളിപ്പോൾ ഉള്ളത്. D54 നേരെ സ്ട്രൈറ്റ് പിടിച്ചിട്ട് നമ്മുടെ കുദ്ര റോഡ് എത്തുമ്പോൾ നേരെ ലെഫ്റ്റിലോട്ട് ചാടും. എന്നിട്ട് പിന്നെ നേരെ വീണ്ടും നമ്മൾ സ്ട്രൈറ്റ് പിടിച്ച് കത്തിച്ച് വിടണം. പക്ഷെ വലിയ ദൂരം കാണിക്കുന്നുണ്ട് കേട്ടോ. ഹാഫ് ആൻ അവർ ഇവിടുന്ന് കാണിക്കുന്നുള്ളൂ. പക്ഷെ 100% ദീപ് എന്നെ മുന്നിലെത്തും. ഉറപ്പായിട്ടും 100% എത്തും, ഒരു സംശയമില്ല. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് തിരിയണം. സ്ലൈഡ് റൈറ്റ്. ഈ ടോർക്കുള്ള വണ്ടി ഓടിക്കാൻ തന്നെ ഒരു രസമല്ലേ. കൈ അങ്ങ് കൊടുക്കുമ്പോൾ വണ്ടി അങ്ങ് കയറുന്ന ഒരു ഫീല് വരും. ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് മാറ്റി ഇറങ്ങിയതാ. എന്തെല്ലാം മിസ്സായിട്ടുണ്ടെന്ന് തമ്പുരാൻ അറിയാം. നേരെ ചെന്നു, ജാക്കറ്റ് എടുത്തു, ടീഷർട്ട് ചേഞ്ച് ചെയ്തു, പാന്റ് ഞാൻ റൈഡിങ് പാന്റ് ഇട്ടില്ല, ജീൻസ് തന്നെ ഇട്ടു, പിന്നെ റൈഡിങ് ബൂട്ട് എടുത്തിട്ടു. പിന്നെ നേരെ നമ്മുടെ ആക്ഷൻ ക്യാമറ എടുത്ത് നേരെ ഇങ്ങ് പോന്നാ. അയ്യോ റൈറ്റ് ഈസി പോ. അയ്യോ ഇവിടെ റൈറ്റ് വേണമല്ലോ. റൈറ്റ് ഇല്ല. നോ വേ. ഉണ്ട് ഒരുപാട് ബൈക്കേഴ്സ്. ഹലോ. വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 100% ദാറ്റ്സ് ദീപു. പണ്ട് കാലൊക്കെ പുറത്തോട്ടിട്ട് ലീൻ ചെയ്തിരുന്ന മനുഷ്യനാ. പക്ഷെ വേണ്ട, നമ്മൾ റൈഡിങ് പാൻ്റ് ഒന്നും എടുത്തിട്ടില്ല, വെറുതെ റിസ്ക് എടുക്കണ്ട. സേഫായി റൈഡ് ചെയ്താൽ കുറേ കാലം റൈഡ് ചെയ്യാം. അതാണ് നമ്മുടെ മോട്ടോ. കത്തിച്ച് പിടിച്ചാലോ. പെട്രോൾ ഹാഫ് ടാങ്ക് ഉണ്ട്, കുഴപ്പമില്ല. അവിടെ ചെന്നൊരു ഫുൾ ടാങ്ക് അടിക്കേണ്ടി വരും മിക്കവാറും. പെട്രോൾ ലാസ്റ്റ് ടൈമൊക്കെ നമ്മൾ എത്ര അടിച്ചേ? 40 ദിർഹംസിന് എന്തോ അല്ലേ പെട്രോൾ ഫുൾ ടാങ്ക് വന്നേ. നമ്മൾ ഇന്ന് പിടിക്കുന്ന അല്ലൈൻ റോഡ് പിടിച്ചാൽ പോകുന്നത്. ഇത് പിടിച്ച് നമ്മൾ ഒന്നും കൂടെ, എനിക്ക് തോന്നുന്നു ഇത് നേരെ അല്ലൈൻ റോഡിൽ കൂടെ സ്ട്രൈറ്റ് പോയിട്ട് 611 കയറും. അതായത് ഇപ്പോഴത്തെ എമിറേറ്റ്സ് റോഡിൽ കയറും. എമിറേറ്റ്സ് റോഡിൽ കയറിയിട്ട് റൈറ്റ് എടുത്ത് പിന്നെ നമ്മൾ കുദ്ര റോഡിലോട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ ആയിരിക്കണം പോകുന്നത്. ഞാൻ ഇട്ട ലൊക്കേഷൻ കറക്റ്റാന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ആ കുദ്ര റോഡിലോട്ട് കിട്ടിയാൽ മതി. അങ്ങോട്ട് എത്തിയാൽ പിന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പെട്രോൾ അവിടെ ചെന്നിട്ട് അടിക്കാന്നുള്ളത്. അവിടെ നിന്ന് അടിക്കാം, കുദ്രയിൽ നിന്ന് അടിക്കാം. ഹോണിന്റെ പകരം ഞാൻ വേറെ എന്തൊക്കെയോ അടിക്കുന്നുണ്ട്. ഹോൺ അടിക്കുന്നതിന് പകരം സിഗ്നൽ വെക്കുന്നതിന് പകരം ഇപ്പോൾ ഹോൺ അടിച്ചു. എന്തോ ഈസി ബോയ്, ഐ മൂവ്. ബാക്കിൽ വേറെ ലൈറ്റ് എടുത്ത് കാണിക്കണം. നമ്മൾ മാറിക്കൊടുക്കാം, ഒരു ധൃതിയില്ല, നമ്മൾ മാറിക്കൊടുക്കാം. ട്രാഫിക് നോക്കിയാൽ എങ്ങോട്ടുള്ള ട്രാഫിക് ഏത്? ഔട്ട്ലെറ്റ് മാളിക്കോ? നമ്മളെ പ്യൂർ അറബിക് കർഷക വണ്ടിയാണത്. 6 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് എടുക്കണം എന്നാണ് കാണിക്കുന്നത്. അത് എങ്ങോട്ടാ? 29 എക്സിറ്റ് 29 611 തന്നെയല്ലേ ആയിരിക്കണം. അല്ലെ പിന്നെ ഇത് ഓടിച്ച് അല്ലൈനിലെത്തും.
നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ നാളെ പ്രോഗ്രാമുണ്ട്, വെള്ളിയാഴ്ച പ്രോഗ്രാമുണ്ട്, ശനിയാഴ്ച പ്രോഗ്രാമുണ്ട്, ഞായറാഴ്ച ഒന്നുമില്ല, തിങ്കളാഴ്ച വീണ്ടും പ്രോഗ്രാം. തിങ്കളാഴ്ച അബുദാബിയാണ്. നേരെ തിരിച്ച് വന്ന് ഫസ്റ്റ് വീക്ക് തന്നെ പോളി വീക്ക്. ആദ്യത്തെ ആഴ്ച തന്നെ 1, 2, 3, 4 ഗിഗ്സ്. വാട്ട് എ സ്റ്റാർട്ട്. ക്യാമറ. ഹലോ. വീഡിയോ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇതിന് എന്താണ്, ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ പ്രശ്നമാണോ, മാനുവൽ ഇടേണ്ടി വരുമോ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്താ സെറ്റിങ്സ് ചെയ്തത് ഉച്ചയ്ക്ക് കുറേ ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏതിലാണ് കിടക്കുന്നതെന്ന് പോലും തമ്പുരാനറിയാം. റെക്കോർഡ് ആവുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ നീങ്ങുക. 611 തന്നെ കയറുന്നെന്ന് തോന്നുന്നു. അല്ല, ജബലലി ലഹബാബ് റോഡോ? ഞാൻ ഇട്ട ലൊക്കേഷൻ മാറിയിട്ടൊന്നുമില്ലല്ലോ. ഉണ്ടാവില്ല. ഈ ഗ്ലൗസ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആട്ടോ പഴയതിനേക്കാളും. അതല്ല, അത് രസം അതല്ല. ഇതിൻ്റെ ഉള്ളിൽ, എൻ്റെ വണ്ടിയുടെ ഉള്ളിൽ ഒരു പെയർ ഗ്ലൗസ് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ദീപ് എങ്ങനെ വെച്ച് മറന്നു വെച്ചാണോ സംശയമുണ്ട്. കാരണം ദീപിൻ്റെ കയ്യിലായിരുന്നു വണ്ടി. അത് തന്നെ ആയിരിക്കും. 120 കണ്ടെയ്നർ ലോറീസ് ഓൺ ദ റൂട്ട്. 120 എന്ന് പറഞ്ഞാൽ നമുക്ക് 140 വരെ പോവാം. അടിക്കല്ലേ. ഇല്ല, അപ്പോൾ 140 വരെ പോവാം. ഒരു ഇച്ചിരി സ്പീഡ് കൂടുതലാണ് കേട്ടോ, ഒരു ഇച്ചിരി. പക്ഷെ നമ്മൾ സേഫാണ്, നമ്മൾ സേഫായിട്ട് റൈഡ് ചെയ്യുന്നുള്ളൂ. ആരും പേടിക്കണ്ട. ഡോണ്ട് വറി, എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. ക്യാമറ വരുന്നുണ്ടോ എന്ന് മാത്രമാണ് എൻ്റെ ഒരു പേടി. ഫൈൻ അടക്കാൻ കയ്യിൽ കാശില്ല മക്കളെ. ഇവിടെ ഒരു ക്യാമറ വരാൻ ചാൻസ് ഉണ്ട്. വന്നിരിക്കുന്നു മക്കളെ, ഇതേണ്ടിരിക്കുന്ന ക്യാമറ. ഹലോ, തംസ് അപ്പ്. ഇത് കുതിരയിലോട്ടുള്ള വഴി തന്നെയല്ലേ? ഈ പോക്കൊക്കെ പോകുമ്പോൾ മസ്റ്റാണ് ജാക്കറ്റും ഫുൾ ഗിയർ മസ്റ്റാണ്. റോഡ് കാണാൻ തന്നെ എന്ത് രസമാണ്. ലൈറ്റ് പോസ്റ്റ് ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ. അതെ. ക്യാമറ. ഹലോ. എത്താറായി എന്നാണ് കാണിക്കുന്നത്. എൻ്റെ ബലമായ സംശയം ഇത് ആ സൈക്കിൾ ട്രാക്കിൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെയാന്ന് തോന്നുന്നു പോകുന്നത്. ഓക്കെ, യെസ് കുദ്ര റോഡ് എത്തിയിരിക്കുന്നു മക്കളെ. നമ്മൾ കുദ്ര റോഡ് എത്തിയിരിക്കുന്നത്. കമോൺ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് 27 എടുത്ത് അൽകുദ്ര സ്ട്രീറ്റിലോട്ട് കയറും. എന്നിട്ട് നമ്മൾ നേരെ കുദ്ര പിടിക്കും. നേരെ ചോദിച്ച് പോവാം. ഇതൊരു ചെറിയ ഹാർഡ് ടേൺ ആണ്. ഡോണ്ട് ടെൽ മീ ഇറ്റ്സ് ക്ലോസ്ഡ്. ഓക്കെ, ഇറ്റ്സ് നോട്ട്. ഞാൻ പെട്ടെന്ന് ആ ബാരിയർ കണ്ടപ്പോൾ ഇത് ക്ലോസ് ചെയ്തു വിചാരിച്ചു റോഡ്. ഐ മാനേജ്. 100 ആണ് സ്പീഡ് ലിമിറ്റ്. നമ്മൾ പോകുന്നത് 130-ലാണ്. ചെറിയൊരു വ്യത്യാസം. ഇറ്റ്സ് ഓക്കെ. ക്യാമറ. Say cheese. Okay, let's go. Nadal Tamam Street, 350 meters to the right. Dubai Arabian Horse Stud. അയ്യോ, എമിറേറ്റ്സ് റോഡ് എത്തിയുള്ളൂ. ന്യൂ ബ്ലഡി വൈ. അപ്പോൾ സംഗതി അത് തന്നെ. ഇത് സൈക്ലിംഗ് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് എത്തുന്നത്. ഓക്കെ, തണുത്ത കാറ്റ് വരാൻ തുടങ്ങിയിരിക്കുന്ന. ഓക്കെ, നമുക്ക് ആദ്യം ഫോൺ ഒന്നെടുത്ത് ഒന്ന് ആൻസർ ചെയ്യണം. വെയിറ്റ്. Come on baby, coming for you. ബ്രോ എത്തിയോ? അതെ, എനിക്കിതിൽ സൈക്ലിംഗ് ട്രാക്കൊക്കെ 3 മിനിറ്റാണ് കാണിക്കുന്നത്. അത് തന്നെയല്ലേ അത്? ഇത് തന്നെ അഡ്നോക്ക് സർവീസ് സ്റ്റേഷൻ. 3 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടില്ല കേട്ടോ. വി ആർ ഓൾമോസ്റ്റ് ദെയർ. നോട്ട് ഓൾമോസ്റ്റ് ദെയർ, വി ആർ ദെയർ. 3 മിനിറ്റ് കൂടെ. ലെറ്റ്സ് ഗോ. നമ്മളെത്തി. അപ്പോൾ നമ്മൾ ശങ്കിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. നമ്മൾ എത്തേണ്ട അടുത്ത് എത്തിയിരിക്കുന്നു. ദ ലാസ്റ്റ് എക്സിറ്റ് അൽ ഖുദ്ര. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. കണ്ടോ, ലാസ്റ്റ് എക്സിറ്റ് അൽ ഖുദ്ര. അപ്പോൾ ഇവിടെയാണ് എല്ലാവരും വരുന്നത്. കുതിരയൊക്കെ റൈഡ് പോവുക എന്ന് പറഞ്ഞ് വരുന്ന സ്ഥലമാണ് ഇത്. ലാസ്റ്റ് എക്സിറ്റ് അൽ ഖുദ്ര. എനിക്ക് ഫോഗ് ലാമ്പ് വേണമല്ലോ. യെസ്, എന്തായാലും ഒരു പഞ്ചോൾ. നമ്മുടെ ഒരു ആളുകളുടെ ഇടയിലോട്ട് വണ്ടിയൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ ഒരു ഫോഗ് ലാമ്പൊക്കെ വെച്ച്, അതല്ലേ അതിൻ്റെ ഒരു ഇത്. ഏതത് വണ്ടി? ഡയാവലോ? നമ്മുടെ HR അങ്ങനെ വന്നിട്ടുണ്ടോ? അത് ദീപ് മാത്രമാണോ? അങ്ങനെ നമ്മൾ നമ്മുടെ സ്വീകരണ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ ആരൊക്കെ ഉണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. ലെറ്റ്സ് ഗോ. ഇതിൽ നിനക്ക് നിന്നെ തന്നെ കാണുന്നുണ്ടോ? ഓക്കെ, ഇതിൽ നിനക്ക് നിന്നെ തന്നെ കാണുന്നുണ്ടോ? യെസ് ബേബി. വണ്ടി റെഡി, തിരിച്ചു പോവാം. നേരം 12:20. ലെറ്റസ് ഗോ. 38 മിനിറ്റാണ് നമുക്ക് വീട്ടിലോട്ട്. അപ്പോൾ വണ്ടി നൈസായിട്ട് മെല്ലെ തിരിക്കാം. ഫോഗ് ലാമ്പൊക്കെ ഇട്ട്
അപ്പോൾ നമുക്ക് ആദ്യം പെട്രോൾ അടിക്കാൻ പോവാം. ഒരു ഫുൾ ടാങ്ക് അടിച്ചേക്കാം. നമ്മളെന്തായാലും പ്ലാൻ ചെയ്താൽ ഫുൾ ടാങ്ക് അടിക്കാൻ. അപ്പോൾ പിന്നെ അതങ്ങ് നടത്തിയേക്കാം. ആദ്യം പെട്രോൾ. $30 സൂപ്പർ അടിച്ചു. ഓക്കെ അല്ലേ? ശരി. ശരി ബ്രോ. ദേ വന്നു എണീറ്റ് നിൽക്കുന്ന ബൈക്ക് ഓടിക്കൽക്കാരൻ. ആ കാർഡിലുണ്ടായിരുന്ന കാശ് തൂത്തുവാരി. 32 ദിറംസ് ഉണ്ടായിരുന്നു കാർഡിൽ. അതങ്ങ് തൂത്തുവാരി. 2 ദിറംസ് ബാക്കി. ഞാനാരാ മുതല്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ ഇനി തിരിച്ച് വീട്ടിലോട്ടാണ്. ഒരു കൊച്ചു കുദ്ര റൈഡാണ് കഴിഞ്ഞത്. ഇത് മിക്കവാറും ഇനിയും ഇഷ്ടം പോലെ ഈ റൈഡ് വരാനുണ്ട്. കാരണം കുദ്ര എന്ന് പറഞ്ഞ ഒരു റെഗുലർ സ്പോട്ടാണ് റൈഡേഴ്സിന്റെ. വൈസർ ഡൗൺ, ലെറ്റ്സ് ഗോ ബേബി. ഓ യെസ്, ഇപ്പോഴാണ് ആ ചൂടൊന്ന് മാറി കിട്ടി. വണ്ടി ഒന്ന് അനങ്ങി തുടങ്ങിയപ്പോൾ ചൂടൊന്ന് മാറി. കട്ടക്കഴപ്പ് എന്ന് പറയുന്നത്. കട്ടക്കഴപ്പ് വണ്ടി പൊങ്ങുന്നു കണ്ടോ? കാണാനില്ല ആശാനെ കാണാതെ. പോയി ദേ വന്നു. ലെറ്റ്സ് ഗോ ബേബി. അപ്പോൾ ഗൈസ്, നമുക്ക് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറും കൂടെ നമ്മൾ വീട്ടിലോട്ടെത്തും. ഇനി പോകുന്ന വഴിക്ക് സ്ഥലങ്ങളെല്ലാം, ഇനി ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നടന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ അവിടെ പോയിട്ട് കഫറ്റീരിയയിലിരുന്ന് ചായ കുടിച്ച് അതിൻ്റെ കൂടെ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ദുബായ് കേരള റോഡ് ട്രിപ്പ് ഓൺ എ ബൈക്ക്. അപ്പോൾ ദുബായ് ടു കേരള ബൈക്ക് ട്രിപ്പാണ് പ്ലാനിലുള്ളത്. ഓഗസ്റ്റിൽ പോകാനാണ് പ്ലാൻ. പക്ഷേ എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ, എനിക്കൊന്നുകൂടെ എൻ്റെ ഫണ്ടൊക്കെ നോക്കണം. ഓഗസ്റ്റിലേക്ക് ക്യാഷ് റെഡി ആവുമോ എന്നുള്ളത്. ഞങ്ങളിപ്പോൾ അവിടെ പോയിട്ടുള്ള ആളുകളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് അവരുടെ ഫ്രണ്ട്സൊക്കെ പോകുന്നതാണ് ഇവിടുന്ന് നാട്ടിലോട്ട്, ബൈക്കായിട്ടും പിന്നെ അതുപോലെ കാറായിട്ടൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം ഒരാൾക്ക് ചിലവ് വരുന്നത് അറൗണ്ട് 25,000 ദിറംസാണ് ഏകദേശം. അപ്പോൾ അത് നമുക്ക് കിട്ടുമോ, ആ ഒരു ഫണ്ടാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെനിക്ക് ഓഗസ്റ്റിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു ജൂൺ ജൂലൈ ആകുമ്പോഴെങ്കിലും അത്രയും ഫണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഫണ്ട് സെറ്റ് ആവോ ഇല്ലേ എന്നാണ് നമുക്ക് അറിയേണ്ടത് ആ സമയമാകുമ്പോഴേക്കും. നമുക്കൊരു സ്പോൺസറിനൊക്കെ കിട്ടിയ സെറ്റാണ്. ഇപ്പോൾ ഹോണ്ടയൊക്കെ സ്പോൺസർ ചെയ്താൽ പൊളിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം ഹോണ്ടയ്ക്ക് നമ്മളെപ്പോലെ ഒരു യൂട്യൂബറിനെ സ്പോൺസർ ചെയ്തിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. വെറുതെ അവർക്കൊരു ചിലവ്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇപ്പോൾ ഹോണ്ടയ്ക്ക് ഇതുകൊണ്ട് പോകാറില്ല. എസ്പെഷ്യലി ഹോണ്ട ഈ ആഫ്രിക്ക ട്രെൻഡും കൊണ്ടൊക്കെ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് ആളുകൾ ടൂർ പോയിട്ടുണ്ടോ ഇതിനേക്കാളും വലിയ ട്രിപ്പുകളൊക്കെ. നമ്മളൊരു ചെറിയ കുഞ്ഞു ചാനലും ചെറിയൊരു കുഞ്ഞു ബൈക്കും ചെറിയൊരു കുഞ്ഞു ട്രിപ്പും കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവർ സ്പോൺസർഷിപ്പൊക്കെ തരും എന്നുള്ളത്. മറ്റേ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന പടത്തിൽ ഒരു ഡയലോഗ്, 100കണക്കിന് സായിപ്പന്മാരുടെ തലകോത് എൻ്റെ ഖഡ്ഗമേ നിനക്ക് വിടാം. എൻ്റെ മൈക്കിൻ്റെ ആ ഇതുണ്ടല്ലോ, മറ്റേ എന്താ പറയുക, മൈക്കിൻ്റെ പോപ്പ് ഫിൽറ്റർ എന്ന് പറയുന്ന സാധനം, പോപ്പ് ഫിൽറ്റർ എന്നാണ് അതിന് പറയാം. ഈ നോയ്സ് ക്യാൻസൽ ചെയ്യുന്ന സാധനമല്ല, ഒരു പഞ്ഞി പോലെ അത് മുഖത്ത് കുത്തുന്നത്. കോട്ട് ഇടുന്നു 2-3 ദിവസമായിട്ട് നല്ല ലേറ്റായിട്ടാണ് കിടക്കുന്നത്. ഇന്നും ലേറ്റായിട്ടാണ്. അപ്പോ ക്രൂസ് കൺട്രോൾ ഉള്ളതിന്റെ അഹങ്കാരമാണ് മക്കളെ നിങ്ങൾ മുന്നിൽ കാണുന്നത്. നമ്മുടെ വണ്ടിക്ക് ആ സംഗതി ഇല്ല. ഇല്ല നമ്മുടെ വണ്ടിക്ക് അതില്ല. ആ ഒരു ലെവലിലാണ് ഫുഡ് പാക്ക് വെക്കേണ്ടത്. ഇവിടെ ഈ ലെവലിൽ വെച്ചിട്ട് പോകണം. ഇതാണ് ഇങ്ങനെ ഒരു ഫുഡ് പാക്ക് പ്ലേസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 കാലം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പൊസിഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന അതായിരുന്നു, നമ്മുടെ ദുബായിൽ നിന്ന് നാട്ടിലോട്ടുള്ള ഒരു റോഡ് ട്രിപ്പ് ബൈക്കേൽ. അപ്പോൾ അതിന് കുറച്ച് പണികൾ ഇപ്പോൾ ഈ വണ്ടിക്കാണെങ്കിലും ഫ്രണ്ടിൽ ലൈറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്, അവൻ്റെ വണ്ടിയിലാണെങ്കിലും ലൈറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. നല്ലൊരു സംഖ്യ അതിന് പൊട്ടും. അതിൻ്റെ പുറമെ പിന്നെ ബാക്കി ബാഗുകൾ ഫിക്സ് ചെയ്യണം. അതുപോലെ ക്രാഷ് ഗാർഡുകൾ എന്തായാലും വെക്കണം. കാരണം എനിക്ക് ഈ ക്രാഷ് ഗാർഡ് ആകെ ഒരു പീസ് ക്രാഷ് ഗാർഡ് ഇവിടെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് താഴോട്ടും കൂടെ കവർ ചെയ്യുന്ന ക്രാഷ് ഗാർഡുകൾ എന്തെങ്കിലും വെക്കണം. പിന്നെ ബാക്കി കുറച്ചുകൂടെ ബാഗുകൾ സെറ്റ് ചെയ്യണം. സ്റ്റോറേജ് സ്പേസ് വേണം. ടാങ്ക് ബാഗ് നിർബന്ധം, ടാങ്ക് ബാഗ് ഇല്ലാണ്ട് കഴിയില്ല.
ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യാനുള്ള ഒരു കാര്യം, ഓൾറെഡി പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു മൗണ്ട് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് മാറ്റണം. അതായത് ഇവിടെ നിന്ന് ഈ മൗണ്ട് എടുത്തിട്ട് ഫ്രണ്ടിലുള്ള ഈ ഒരു വിൻഷീൽഡ് ഇതിൽ മൗണ്ട് ചെയ്യണം, ഈ ഫോൺ മൗണ്ട്. അപ്പോൾ അത് സാധനം അവിടെ റെഡിയാണെന്നുള്ളത് നമ്മുടെ മോട്ടോ ഹബ്ബ് അവരവിടുന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ നാട്ടിലായിരുന്ന സമയത്ത്. അപ്പോൾ സാധനം അവിടെ റെഡി ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് നേരെ തന്നെ നോക്കി റൈഡ് ചെയ്യുമ്പോൾ മാപ്പ് കാണാൻ പറ്റും. മറ്റേത് ഇപ്പോൾ ഞാനിത് ഇതാണ് എൻ്റെ റൈഡിങ്. നിങ്ങളിപ്പോൾ ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ശരിക്കുള്ള നോർമൽ റൈഡിങ് പൊസിഷൻ, അല്ലെങ്കിൽ എൻ്റെ ഹെഡിൻ്റെ പൊസിഷൻ. പക്ഷേ എനിക്ക് മാപ്പ് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല. അപ്പോൾ ഞാൻ മാപ്പിക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ താഴ്ത്തി നോക്കണം, എന്നാലും എനിക്ക് മാപ്പ് കാണുള്ളൂ. പിന്നെ മേലേക്കിങ്ങനെ നോക്കണം. പക്ഷേ എൻ്റെ മൗണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേ പൊസിഷനിലിരുന്ന് എനിക്ക് മാപ്പും കാണാം, ഫ്രണ്ടിലേക്കും നോക്കാം. തല ഇങ്ങനെ നീക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ മേലെ ഒരു മൗണ്ട് വെക്കാന്ന് വെച്ചു. പക്ഷേ ഞാൻ കുറേ യൂട്യൂബ് ചാനലിൽ നോക്കിയപ്പോൾ ഇത് അത്ര സ്ട്രോങ് അല്ല എന്നാണ് അറിഞ്ഞത്. അപ്പോൾ പക്ഷെ ഒരു ഫോൺ താങ്ങാനുള്ള സ്ട്രെങ്ത് എന്തായാലും കാണണം. ഫോണൊന്നും അതിന് വീഴാഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എത്തി റൗണ്ട് അബൌട്ട്. അപ്പോൾ ഇവിടെ ഒരു പമ്പുണ്ട് അല്ലേ, കാൽക്കുലേഷനിൽ വെക്കാം. ഇവിടെ ഒരു പമ്പുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ നമുക്ക് ഈ പമ്പിൽ നിന്ന് പിടിക്കാം. നമ്മുടെ ഹാൻഡിൽ ബാർ കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും, ഒന്ന് മേലെ ഈ ഒരു പൊസിഷനിലിരുന്നാൽ നൈസ് ആയിരിക്കില്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാ ഓക്കെ. ഇതാകുമ്പോൾ കുറച്ച് ചെറിയതായിട്ടൊരു അഗ്രസീവ് പൊസിഷനും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം കംഫർട്ടബിളും ആണ്. ഞാൻ പറഞ്ഞില്ലേ ദീപു ആ ഒരു സംഗതി, ആ ഒരു സുഖം, ഞാൻ നേരത്തെ പറഞ്ഞ ആ സുഖം എൻജോയ് ചെയ്യുക. ആ ടോർക്കുള്ളതിൻ്റെ ആ ഒരു ഫണ്ണുണ്ടല്ലോ, വണ്ടി അങ്ങ് എടുക്കുമ്പോൾ ഫ്രണ്ട് അങ്ങ് കയറുന്ന ആ ഒരു ഒച്ച, ആ ഒരു ഫീല്. അടുത്ത റൗണ്ട് പോട്ട് എത്തിയിരിക്കുന്നു. ഹലോ, ബൈക്ക് കയറാം, ഞാൻ പൊക്കോട്ടെ. താങ്ക് യു. 100 km/h, അതാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. എനിക്ക് തോന്നുന്നു എമിറേറ്റ്സ് റോഡിലോട്ട് കയറും. എമിറേറ്റ്സ് റോഡിലോട്ട് എക്സിറ്റ് എടുക്കും. അവിടെ നിന്ന് നമ്മൾ വന്ന വഴി തന്നെ പോവായിരിക്കും. എമിറേറ്റ്സ് റോഡിൽ എക്സിറ്റ് എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് കയറുണ്ടാവും. ബാക്കിലുള്ള ആളുകൾക്ക് നമ്മളെ ഓവർടേക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. മടിക്കാതെ, ചിന്തിക്കാതെ കടന്നു വരൂ. അങ്ങനെ ദീപ ആ വഴിക്ക് പോയി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു. പക്ഷേ കുതിര നമുക്ക് വളരെ ഈസി ആട്ടോ. അരമണിക്കൂർ കൊണ്ട് പോയി, ഒരു 3/4 മണിക്കൂറില്ല, പക്ഷേ ഒരു 35 മിനിറ്റ്, 35 മിനിറ്റ്സ് അങ്ങോട്ടും 35 മിനിറ്റ്സ് ഇങ്ങോട്ടും. 110 സ്പീഡ് ലിമിറ്റ്, 130 മേലെ പോകാൻ പാടില്ല. രാത്രി റൈഡ് ചെയ്യാട്ടോ. രാത്രി ആരെങ്കിലും ദുബായിൽ റൈഡ് ചെയ്യാൻ പറ്റുമോ, ചൂടാണോ എന്ന് ആലോചിക്കുന്നവർക്ക് രാത്രി റൈഡ് ചെയ്യാം. ചൂടില്ല, തണുപ്പാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പോയ കുതിരയും ഈ ഒരു 611 ഇവിടെ എല്ലാം തണുപ്പാണ്. ചൂടില്ലെന്ന് മാത്രമല്ല, തണുപ്പാണ്. ഞാനന്ന് പാനിക്കാലി ഓടിച്ചിട്ട് തന്നെ എൻ്റെ നടു അതിന് പോരട്ടോ. ആ ഒരു വണ്ടി ഓടിക്കാനുള്ള ഹെൽത്ത് എൻ്റെ നടുവിനില്ല. എൻ്റെ നടുവും പുറവും അതൊന്നും കൂടെ നമ്മുടെ കോർ മസിൽസ് എല്ലാം ഒന്ന് ഫിറ്റ് ആവണം. ഇനിയിപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് ബൈക്കിൽ പോവുകയാണെങ്കിൽ എന്തായാലും ഹെൽത്തി ആവണം. വേറെ ഒരു വഴിയില്ല, ഒരു രക്ഷയില്ലാതിരിക്കും. നോൺ നെഗോഷ്യബിൾ, യു ഹാവ് ടു ബി ഹെൽത്തി. പക്ഷെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉറക്കം ശരിയല്ല. നമ്മുടെ യഷ് കിറ്റ് എത്താറായിരിക്കുന്നോ. ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മളൊരു എക്സിറ്റ് എടുക്കുന്നതാണ്. വട്ടത്തിൽ പോയി ഇടത്താട്ടം നിൽക്കടാ. ഹലോ റോഡ്. എന്ത് രസം ഇങ്ങനെ ഈ ഒരു POV അല്ലേ, താഴെയുള്ള റോഡുകളൊക്കെ ഇങ്ങനെ നോക്കി ഓടിക്കാൻ. ഞാൻ ഫ്രണ്ടിലോട്ടാണ് നോക്കുന്നത്, ഹെൽമെറ്റ് ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ മാത്രം. മിററിലൊക്കെ നോക്കാം. ഇത് അടുത്ത റോഡ്. ഹലോ. ഈ ആഫ്രിക്ക ട്രെയിനിൻ്റെ സസ്പെൻഷൻ, താങ്ക് ഗോഡ്, ഇതൊരു നല്ലൊരു സുഖമുള്ള സസ്പെൻഷൻ. അതായത് സുഖം എന്നല്ല, സാറ്റിസ്ഫാക്ഷൻ ഉള്ള സസ്പെൻഷനാണ്. നമ്മളിങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ തോന്നും. ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ വണ്ടി ആ ഒരു രീതിക്ക് നിൽക്കും. ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. ഓക്കെ, മുഹമ്മദ് ബിൻ സായിദ് റോഡ് അപ്പോൾ ഓക്കെ, അതെങ്കിൽ ലെറ്റ്സ് ഡു ദാറ്റ്, ലെറ്റ്സ് ടേക്ക് ഇറ്റ്. ആരൊക്കെയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റീലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നൊരു ഇൻസ്റ്റാഗ്രാം റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗിറ്റാർ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് അതിൽ ഫർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഗിറ്റാറുണ്ട്. അതായത് ബാഗിൽ ഇത് മടക്കി ചുരുട്ടി വെക്കാൻ പറ്റുന്ന ഗിറ്റാർ. അത് ബാഗ് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് അസംബിൾ ചെയ്ത ഒരു ഫുൾ ഗിറ്റാറായും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ മുന്നേ ചെയ്തതാണ്, ഒരു മാസമൊക്കെ മുന്നേ ചെയ്തതാണ്. പക്ഷെ അത് ഇന്ന് ഞാനത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ പോസ്റ്റ് ചെയ്തപ്പോൾ ആ ഗിറ്റാർ സ്റ്റോറിൻ്റെ പേജിനെ കൊളാബറേറ്ററായിട്ട് ആഡ് ചെയ്തു. അതുപോലെ ആ ഗിറ്റാർ സ്റ്റോറിൻ്റെ ഓണറിനെ കൊളാബറേറ്ററായിട്ട് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ എനിക്ക് വെറുതെ ഒന്ന് തോന്നി, ആ ഗിറ്റാറിൻ്റെ ബ്രാൻഡിനെയും കൂടെ ഒന്ന് കൊളാബറേറ്ററായിട്ട് ആഡ് ചെയ്താലോ, അഥവാ ബിരിയാണി കൊടുത്താലോ. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിന് പോയിരിക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, ഫർ ഗിറ്റാർസ് അക്സെപ്റ്റഡ് യുവർ കൊളാബ് റിക്വസ്റ്റ്. അവന്മാരത് അക്സെപ്റ്റ് ചെയ്തു. സിലിക്കോൺ സെൻട്രൽ മോൾ, സിലിക്കോൺ ഒയാസിസിൽ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് എനിക്കറിയാവുന്നവർ. നിങ്ങളുടെ ആരെങ്കിലും സിലിക്കോൺ സെൻട്രൽ അല്ലെങ്കിൽ സിലിക്കോൺ ഒയാസിസ് ഭാഗത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ
കമൻറ്റ് ചെയ്യൂ. നമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ കാഴ്ചക്കാർ എവിടെയൊക്കെയാണ് ദുബായിലെന്ന് നമുക്ക് മനസ്സിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് കുറച്ചായിട്ട് ചെറുതായിട്ട് പിൻവലിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ എത്താൻ നേരത്തെ ചെറിയൊരു എന്താ പറയുക ചൂടുള്ള ഒരു കാറ്റടിച്ചു. ഞാൻ വിചാരിച്ചു എല്ലായിടത്തും തണുപ്പാണെന്നില്ല. ആ ഭാഗത്താണ് കൂടുതൽ തണുപ്പ്. ഇവിടെ തണുപ്പുണ്ട്, പക്ഷെ കാറ്റിൻ്റെ തണുപ്പ് കുറഞ്ഞു വരിക. അപ്പോൾ കാറ്റ് ചെറുതായിട്ടൊരു ചൂടുകാറ്റായി മാറുന്നുണ്ട്. വേണ്ട, ലീൻ ചെയ്യണ്ട. എനിക്ക് ലീൻ ചെയ്യാനുള്ള ടെൻഡൻസി വല്ലാണ്ട് കൂടുന്നുണ്ട്. മാണ്ട നമുക്കിനി ആകെ 9 മിനിറ്റേ ഉള്ളൂ വീട്ടിലോട്ടെത്താൻ. എനിക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉറങ്ങിപ്പോകുന്ന ഉറക്കമല്ല, പക്ഷെ ഉറക്കം വരും എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. തുടുത്ത കവിളുള്ളവർക്ക് എൻ്റെ ഈ ഹെൽമെറ്റ് നടക്കത്തില്ല. കാരണം നടക്കായികയൊന്നുമില്ല. സംസാരിക്കുമ്പോൾ ഈ കവിള് എന്താ പറയുക ഇടിച്ചു കയറിയിട്ട് വായിലെന്തോ തിരികെ വെച്ച പോലെ സംസാരം. എനിക്ക് ഇന്ന് നമ്മൾ പിസ്സ വാങ്ങിയ ഒരു പിസ്സ വണ്ടിയിലിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മേലേക്ക് കൊണ്ടുപോയില്ല എന്ന് എൻ്റെ ഓർമ്മ. മേലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ തീർന്ന് പാറ്റ കയറി ഉണ്ടാവും ഓൾറെഡി. കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടി തന്നെ ആയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. നേരെ ആണെങ്കിൽ ആ പിസ്സ അതുപോലെ അങ്ങോട്ട് പുറത്തോട്ട് വിട്ടെ, വേറെ ഒരു വഴിയില്ല. ചിലപ്പോൾ ഞാനായിരിക്കും ഒരു പിസ്സ ഒക്കെ അപ്പാർട്ട്മെന്റ് വാങ്ങി വെച്ചിട്ട് ഒരു ഹാഫ് ഡേ അതങ്ങനെ വെക്കാം. എന്നിട്ട് ഈ പാറ്റകളെല്ലാവരും അവരുടെ ഫ്രണ്ട്സിനെ അവരുടെ ഫാമിലിയൊക്കെ വിളിച്ച് ഇവിടെ ഒരു പിസ്സ ഉണ്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ആളെ കൂട്ടി വരുമ്പോൾ അപ്പോൾ ഒറ്റ അടിക്ക് എല്ലാം കൂടെ എടുത്തിട്ട് പുറത്തോട്ട് അങ്ങ് കളയും. അത്രയും പാറ്റ അങ്ങ് പോയി കിട്ടും. പാറ്റ കടിക്കുമോ? പാറ്റ കടിക്കില്ലല്ലോ. ഇത്ര സ്ലോയിൽ ഒന്ന് ലീൻ ചെയ്യരുത്. താഴെ പട്ടന്നടിക്കും. സ്പീഡിൽ വരുവാണെങ്കിൽ ലീൻ ചെയ്യണം. പക്ഷെ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല ഈ വണ്ടി. എൻ്റെ വൈസർ ക്ലീൻ ചെയ്യാനായിട്ടോ ഹെൽമെറ്റിൻ്റെ. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ നമ്മൾ കച്ചവടം അവസാനിപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ദിവസം നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ തമ്പുരാനറിയാം. അടുത്ത ദിവസം നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ പറയാം എന്താണ് പ്ലാൻ എന്ന്. അല്ലാതെ ഒന്നും ഇപ്പം എൻ്റെ മൈൻഡിലില്ല. അപ്പോൾ ഇനി നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ നേരെ വരുന്നു, റൗണ്ട് അടിക്കുന്നു, ബൂം 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 ബൂം, നേരെ വണ്ടി വിട്ടിരുന്നു. അപ്പോൾ എന്നത്തെയും പോലെ I'll see you guys in the next one.